ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് 3 വർഷത്തെ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതി ആവിഷ്കരിച്ചതായി ധനമന്ത്രാലയം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലക്സംബർഗ് പ്രധാനമന്ത്രി ലൂക്ക് ഫ്രീഡനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹവുമായി ഇന്ന് സംവദിക്കും. എസ്ഐആറിന്റെ ഭാഗമായി ഉത്തർപ്രദേശിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഏകദേശം 2,89,00,000 സമ്മതിദായകരെ ഒഴിവാക്കി. കേരളത്തിൽ കരട് പട്ടികയിന്മേലുള്ള പരാതികൾ ഈ മാസം 22 വരെ സമർപ്പിക്കാം. 32ാമത് സ്വദേശി സയൻസ് കോൺഗ്രസിന് ഇന്ന് കാസർഗോഡ് തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. അണ്ടർ 19 ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പൺ സ്ക്വാഷിൽ ഇന്ത്യയുടെ അനാഹത് സിംഗ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി സാമ്പത്തികകാര്യ വകുപ്പ് 3 വർഷത്തെ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതി ആവിഷ്കരിച്ചതായി ധനമന്ത്രാലയം. കേന്ദ്ര അടിസ്ഥാന സൌകര്യ മന്ത്രാലയങ്ങൾ, സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയിലായി 852 പദ്ധതികളാണ് ഉൾപ്പെടുന്നത്. 17 ലക്ഷം കോടിയിലധികം രൂപയാണ് പദ്ധതി ചെലവ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലക്സംബർഗ് പ്രധാനമന്ത്രി ലൂക്ക് ഫ്രീഡനുമായി കൂടിക്കാഴ്ച നടത്തി. ഫിൻടെക്, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ശക്തമായ ഉഭയകക്ഷി സഹകരണത്തിന് സാധ്യതയുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും ലക്സംബർഗുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. For us, we really see Luxembourg as a very important partner in itself, but also with the European Union. And at a very crucial time in the development of our own ties with the club. So the influence you have in shaping that larger relationship, the support that you extend, that is something which is of great value to us. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റലുമായി ചർച്ച നടത്തിയ ശ്രീ ജയശങ്കർ ഗ്രാൻഡ് ഡ്യൂക്ക് ഗിലുമിനെയും സന്ദർശിച്ചു. ഇന്ന് ലക്സംബർഗിലെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. രാജ്യത്തെ 5 ക്ലാസിക്കൽ ഭാഷകളിലുള്ള അപൂർവവും വിലപ്പെട്ടതുമായ 55 സാഹിത്യകൃതികൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പുറത്തിറക്കി. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഒഡിയ ഭാഷകളിലുള്ളതാണ് കൃതികൾ. കേന്ദ്ര ഭാഷാ സ്ഥാപനമായ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് ആണ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രാജ്യത്തെ പ്രാദേശിക ഭാഷകളെ ശക്തിപ്പെടുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാർ വിപുലമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായ കരട് വോട്ടർ പട്ടിക ഉത്തർപ്രദേശിൽ പ്രസിദ്ധീകരിച്ചു. 12,55,56,025 വോട്ടർമാരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 2,89,00,000 സമ്മതിദായകരെ ഒഴിവാക്കി. അടുത്ത മാസം 6 വരെ പട്ടിക സംബന്ധിച്ച പരാതികളും ഉന്നയിക്കാം. അന്തിമ വോട്ടർ പട്ടിക മാർച്ച് 6-ന് പ്രസിദ്ധീകരിക്കും. ആഗോള AI ഇംപാക്ട് ഉച്ചകോടി അടുത്ത മാസം ഇന്ത്യയിൽ നടക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജസ്ഥാൻ റീജിയണൽ AI ഇംപാക്ട് ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടുത്ത വർഷത്തിനുള്ളിൽ 10 ലക്ഷം യുവാക്കൾക്കും ചെറുകിട സംരംഭകർക്കും നിർമ്മിത ബുദ്ധി പരിശീലനം ലഭിക്കുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. आईटी इंडस्ट्री को इस नए युग के लिए तैयार करना और हमारे छात्रों को इस इंडस्ट्री के लिए तैयार करना, ये एक मिशन का बहुत बड़ा रोल है. और इसी के तहत 10 लाख नौजवानों को AI स्किल्स में ट्रेन करने का कार्यक्रम आरंभ हुआ है राजस्थान की पावन धरती. आगामी 1 वर्ष के अंदर इस गोल को पूरा किया जाएगा. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കണമെന്ന് കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. കോട്ടയത്ത് കേരള കൌമുദി കോട്ടയം യൂണിറ്റിന്റെ രജത ജൂബിലി ആഘോഷമായ രജതോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യ താൽപര്യത്തിന് അനുസരിച്ചായിരിക്കണം വാർത്തകൾ അവതരിപ്പിക്കേണ്ടതെന്നും അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ ധാർമ്മികത കൂടി കണക്കിലെടുക്കണമെന്നും ശ്രീ മുരുകൻ അഭിപ്രായപ്പെട്ടു.
ബിംസ്റ്റെക് രാജ്യങ്ങളിലെ ക്യാൻസർ പരിചരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിപാടിയുടെ രണ്ടാം ഘട്ടത്തിന് രാജ്യത്ത് തുടക്കമായി. വിശാഖപട്ടണത്തുള്ള ടാറ്റ മെമ്മോറിയൽ സെന്ററിന്റെ ഹോമി ഭാഭ ക്യാൻസർ ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്ററിലാണ് പരിപാടിക്ക് തുടക്കമായത്. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഈ സംരംഭത്തിലൂടെ ഇന്ത്യൻ വൈദഗ്ധ്യത്തോടെ ക്യാൻസർ പരിചരണ മേഖലയിലെ ശേഷി വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രക്ഷേപണ വിനോദ മേഖലകളിലെ നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ വേവ് എക്സ് ഐഐടി ഡൽഹിയിലെ FITTയുമായി ധാരണാപത്രം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിലെ ശാസ്ത്രി ഭവനിൽ നടന്ന ചടങ്ങിൽ മന്ത്രാലയ സെക്രട്ടറി സഞ്ജയ് ജാജു സന്നിഹിതനായിരുന്നു. മാധ്യമ വിനോദ സാങ്കേതിക വിദ്യകളിലെ നവീകരണത്തിനുള്ള പ്രേരക ശക്തിയായാണ് വേവ് എക്സ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ശ്രീ സഞ്ജയ് ജാജു പറഞ്ഞു. ഈ വർഷത്തെ ഹജ്ജ് മുന്നൊരുക്കങ്ങൾ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയ സെക്രട്ടറി ചന്ദ്രശേഖർ കുമാർ വിലയിരുത്തി. സൌദി അറേബ്യയിലെ മദീനയിലുള്ള ഇന്ത്യൻ ഹജ്ജ് ഓഫീസിലെത്തിയ അദ്ദേഹം തീർത്ഥാടകർക്കായി സജ്ജമാക്കിയ താമസ സൌകര്യങ്ങൾ, മെഡിക്കൽ സംവിധാനങ്ങൾ തുടങ്ങിയവ ഉറപ്പാക്കി. ഇന്ത്യയിൽ നിന്നെത്തുന്ന ഹജ്ജ് തീർത്ഥാടകർക്ക് എല്ലാ സൌകര്യങ്ങളും ഒരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി വികസനം ഉറപ്പാക്കുന്നതിനായി പ്രധാനമന്ത്രി നേരിട്ട് നേതൃത്വം നൽകുന്ന പ്രഗതി സംരംഭം 50ാമത് യോഗം വിജയകരമായി സംഘടിപ്പിച്ചുകൊണ്ട് സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു. 2015ലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഗതിക്ക് തുടക്കം കുറിച്ചത്. ഹിമാചൽ പ്രദേശിലെ പർബതി 2 ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ചാണ് പ്രഗതിയുടെ മുന്നേറ്റം സംബന്ധിച്ച പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലുള്ള പാർബതി നദിയിൽ NHPC ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത ജലവൈദ്യുത നിലയമാണ് പാർബതി സെക്കൻഡ്. പ്രതിവർഷം ഏകദേശം 3074 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. നിർമ്മാണ സമയത്ത് ഏറെ വെല്ലുവിളികൾ നേരിട്ട പദ്ധതിയുടെ 4 ജനറേറ്റിംഗ് യൂണിറ്റുകളിൽ 3 കഴിഞ്ഞ വർഷം ഏപ്രിൽ 1 പ്രവർത്തനം ആരംഭിച്ചു. 4ാമത്തെ യൂണിറ്റ് ഏപ്രിൽ 16 കമ്മീഷൻ ചെയ്തു. ഇത്തരത്തിൽ പ്രധാന അടിസ്ഥാന സൌകര്യ പദ്ധതികളുടെ സമയബന്ധിത അവലോകനത്തിലൂടെ രാജ്യത്ത് ഭരണപരമായ പരിവർത്തനം സാധ്യമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ബിർമിംഗ്ഹാമിൽ നടക്കുന്ന അണ്ടർ-19 ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പൺ സ്ക്വാഷിൽ ഇന്ത്യയുടെ അനാഹത് സിംഗ് ഫൈനലിൽ. ഈജിപ്ത് താരത്തെയാണ് അനാഹത് സെമിയിൽ പരാജയപ്പെടുത്തിയത്. ഫൈനലിൽ ഫ്രാൻസിന്റെ ലോറൻ ബാൾട്ടനെയെ നേരിടും. 32ാമത് സ്വദേശി സയൻസ് കോൺഗ്രസിന് ഇന്ന് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ തുടക്കമാകും. വികസിത ഭാരതത്തിനായുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ നടക്കുന്ന സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 9 വരെയാണ് പരിപാടി. ശാസ്ത്രമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സ്വദേശി ശാസ്ത്ര പുരസ്കാരങ്ങൾ സമ്മേളനത്തിൽ സമ്മാനിക്കും. വായനയുടെ ഉത്സവമായ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ബുക്കർ പുരസ്കാര ജേതാവ് ബാനു മുഷ്താഖ് പങ്കെടുക്കുന്ന KLIBF ഡയലോഗ് ആണ് ഇന്നത്തെ മുഖ്യ ആകർഷണം. ഈ മാസം 13 വരെയാണ് പുസ്തകോത്സവം. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. കേരളത്തിൽ അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞിന് വിട നൽകാൻ കേരളം. ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഇന്ന് രാവിലെ ഖബറടക്കം നടക്കും. അർബുദബാധയെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്ന അദ്ദേഹം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെയാണ് അന്തരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. ശബരിമല സന്നിധാനത്ത് പ്രതിദിനം ദർശനത്തിനെത്തുന്നത് 1 ലക്ഷത്തിലധികം ഭക്തർ. ഇന്നലെ 1,05,680 പേർ ദർശനത്തിനെത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് 3 വർഷത്തെ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതി ആവിഷ്കരിച്ചതായി ധനമന്ത്രാലയം. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ലക്സംബർഗ് പ്രധാനമന്ത്രി ലൂക്ക് ഫ്രീഡനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹവുമായി ഇന്ന് സംവദിക്കും.
SIR-ന്റെ ഭാഗമായി ഉത്തർപ്രദേശിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഏകദേശം 2,89,00,000 സമ്മതിദായകരെ ഒഴിവാക്കി. കേരളത്തിൽ കരട് പട്ടികയിന്മേലുള്ള പരാതികൾ ഈ മാസം 22 വരെ സമർപ്പിക്കാം. 32ാമത് സ്വദേശി സയൻസ് കോൺഗ്രസിന് ഇന്ന് കാസർഗോഡ് തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. അണ്ടർ 19 ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പൺ സ്ക്വാഷിൽ ഇന്ത്യയുടെ അനാഹത് സിംഗ് ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 11 മണിക്ക്.